ദിനം പ്രതി ഇതിന് ബഗ്ഗുകൾ കാര്യങ്ങൾ വരുന്നതാണ്. ഇത് ഫിക്സ് ചെയ്യാനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുള്ള ആൾക്കാരാവണം ഡെവലപ്മെന്റിൽ വരുന്നത്. ഇപ്പോൾ ഒരു ആപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തു ഡെവലപ്പ് ചെയ്തിട്ട് അതിലൊരു ബഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ബഗ് വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് ആക്ച്വലി വരുന്നുണ്ടോ? അത് സ്ട്രക്ചർ ചെയ്യുന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ പല ആൾക്കാർ നമ്മളായിട്ട് വരാറുണ്ട്, വേറെ ടീമിനായിട്ട് ചെയ്തിട്ട് സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ചില ആൾക്കാർ സർവറിലൊക്കെ കുറച്ച് പേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ബൾക്ക് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ബേസ്മെന്റ് ഒക്കെ ഫൗണ്ടേഷൻ ചെയ്ത് പോവാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഹ്യൂജ് പ്ലാനിലായിരിക്കും എല്ലാ ബിസിനസ്സുകാരും വരിക. ആ ഒരു മൊമെന്റ് തന്നെയാണ് കീപ്പപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ ബഗ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് പല ആൾക്കാരും സ്ക്രാച്ച് നല്ല ബിൽഡ് ചെയ്യാം. ഇവർ ഔട്ട്സോഴ്സ് ചെയ്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്തിട്ടോ ക്രാക്ക് ചെയ്തിട്ടോ അത് യൂസ് ചെയ്യും. അത് വേറൊരാൾ ഉണ്ടാക്കിയ കോഡ് ബേസ് ആണ്. അതൊരിക്കലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും.